കാഞ്ഞിരപ്പള്ളിയിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് സഹോദരനെയും മാതൃ സഹോദരനെയും വെടിവെച്ചു കൊന്ന കേസിൽ പ്രതിക്ക് കടുത്ത ശിക്ഷ. ഇരട്ട ജീവപര്യന്തത്തിന് പുറമെ വിവിധ വകുപ്പുകളിൽ 8 വർഷവും 3 മാസവും ആദ്യം തടവ് അനുഭവിക്കണം. കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് വിധി. 20 ലക്ഷം രൂപ പ്രതിയുടെ കൊല്ലപ്പെട്ട സഹോദരൻ രഞ്ജു കുര്യന്റെ കുടുംബത്തിന് കൈമാറണം. വിധിയെ പ്രോസിക്യൂഷനും കുടുംബവും സ്വാഗതം ചെയ്തു. ഈ 8 വർഷവും 3 മാസമുള്ള ശിക്ഷ ആദ്യം അനുഭവിക്കണം. അത് കൺസിക്യൂട്ടീവാണ്, കൺകറൻ്റല്ല. ഒന്നിന് പുറകെ ഒന്നായിട്ട് അനുഭവിക്കണം. അത് അനുഭവിച്ച് തീർന്ന ശേഷം മാത്രമേ ഈ ഡബിൾ ലൈഫ് ഇരട്ട ജീവപര്യന്തം അതിനുശേഷം മാത്രമേ റൺ ചെയ്യുള്ളൂ. അതിനുശേഷം മാത്രമാണ് അനുഭവിക്കേണ്ടത്. 76 സാക്ഷിമൊഴികൾ, 278 പ്രമാണങ്ങൾ, 75 സാഹചര്യ തെളിവുകൾ എന്നിവ പ്രോസിക്യൂഷൻ ഹാജരാക്കി. അടുത്ത ബന്ധുക്കളടക്കം കൂറുമാറിയ കേസിൽ ശക്തമായ തെളിവുകൾ കേസിൽ നിർണായകമായി. ഒത്തിരി ആളുകൾ കൂറുമാറി, എല്ലാം അവരുടെ ആളുകളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും സഹപ്രവർത്തകരും ഒക്കെ ആയിരുന്നു കൂടുതലും സാക്ഷികൾ. എങ്കിലും നമുക്ക് നിർണായകമായത് അവരുടെ ജോലി ചെയ്ത സുജ, പിന്നെ മഹേഷ്, അങ്ങനെയൊക്കെ സാധാരണപ്പെട്ട ആൾക്കാരാണ്. അവരുടേതായ ഭാഷ തന്നെയാണ് നമ്മൾ മൊഴികളും രേഖപ്പെടുത്തിയിട്ടുള്ളത്. വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് പ്രതിഭാഗം അറിയിച്ചു. സ്വത്ത് തർക്കത്തെ തുടർന്ന് 2022 മാർച്ച് 7-നാണ് ജോർജ് കുര്യൻ സഹോദരൻ രഞ്ജു കുര്യനെയും മാതൃ സഹോദരൻ മാത്യൂസ് കറിയെയും വെടിവെച്ച് കൊലപ്പെടുത്തിയത്. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.